SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിൽ. കള്ളപ്പണക്കേസിലാണ് ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നാണ് ഫൈസിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, SDPI എന്ന സംഘടന എല്ലാ കാലത്തും അവർ സംശയത്തിൻ്റെ മുൾമുലയിലാണ്. അവരുടെ പല നേതാക്കളും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള പലവിധ ആരോപണങ്ങളും ചില തെളിവുകളും ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിലാവുന്നു. അതും കള്ളപ്പണ കേസിലാണ് ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് അയാളെ പിടികൂടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഗൗതം. ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരായ കടുത്ത നടപടികൾ കേന്ദ്രം തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയുടെ അറസ്റ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ഇന്നലെ അർദ്ധരാത്രിയിൽ കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് എന്നാണ് ED വൃത്തങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകുന്ന സൂചന. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. അതിനാൽ തന്നെ SDPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ ചുമതല വഹിക്കുന്നവരും അതോടൊപ്പം തന്നെ കേരളം പോലെ ഈ സംഘടനയ്ക്ക് വലിയ സ്വാധീനം അടുത്ത കാലത്ത് ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇയാളെ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിന്റെ കാരണമായിട്ട് ഇപ്പോൾ ED വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് PFIക്ക് സാമ്പത്തിക സഹായം നൽകുന്നു, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല പണമിടപാടിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ് MK ഫൈസി. SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്നും PFIയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് എത്തിച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MK ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഇയാളും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ മുൻപ് NDFിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നു. അതിൻ്റെയൊക്കെ അഖിലേന്ത്യാ തലത്തിലുള്ള ചുമതലകൾ ഇയാൾ വഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവരുടെ രാഷ്ട്രീയ മുഖമായി പ്രവർത്തിക്കുന്ന SDPIയുടെ ചുമതലകളിലേക്ക് MK ഫൈസി എത്തിയത്. ലക്ഷണമൊത്ത ഒരു ഭീകരനാണ് MK ഫൈസി എന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര ഏജൻസികളും വിലയിരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇയാളെ ഈ PFIയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ അടുത്ത കാലത്തില്ലായിരുന്നു. SDPIയിലേക്ക് ഇയാൾ മാറിയിരുന്നു. അതിനാലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമായിട്ടുള്ള ഓപ്പറേഷൻ ഒക്ടോപ്പസുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നത്. എങ്കിൽ പോലും അതിനുശേഷവും ഈ SDPIയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരുന്ന കേന്ദ്ര ഏജൻസികൾ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. MK ഫൈസിയുടെ നേതൃത്വത്തിൽ ഹവാല പണമിടപാട് നടക്കുകയും ഇത്തരം കള്ളപ്പണം ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു എന്നതിന്റെ കൃത്യമായ തെളിവ് EDക്കും മറ്റ് കേന്ദ്ര ഏജൻസികൾക്കും ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇയാളെ ബംഗളൂരുവിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത്. വിനോദ്, MK ഫൈസി എന്ന് പറയുമ്പോൾ അദ്ദേഹം മലയാളിയാണ് എന്ന് കൂടി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വെളിപ്പെടുത്തുന്നു. മുഹമ്മദ് കുട്ടി ഫൈസി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം. ഇദ്ദേഹം തൃശ്ശൂരിലെ പട്ടിക്കാട് നിന്നാണ്, ഇദ്ദേഹം അറബി കോളേജിൽ നിന്നാണ് ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയിലായിരുന്നു. പക്ഷേ അടുത്ത കാലത്താണ് SDPIയിൽ ഈ മുഹമ്മദ് കുട്ടി ഫൈസി സജീവമാകുന്നതും ആ സംഘടനയുടെ ദേശീയ അധ്യക്ഷനായി വരുന്നതും. അപ്പോൾ ആ കാലം മുതൽ തന്നെ MK ഫൈസി നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ കൃത്യമായി മറ്റൊരു കാര്യം കൂടി ഗൗതം പറയേണ്ടത്, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെങ്കിൽ വേണമെങ്കിൽ പറയാം BJP വിരോധം കൊണ്ട് അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ പിടികൂടുമ്പോൾ അത് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് അറസ്റ്റ് ചെയ്തത് എന്ന് എതിരാളികൾക്കും സമ്മതിക്കേണ്ടി വരില്ലേ ഗൗതം? വിനോദ്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലാണ് ഈ അറസ്റ്റിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒപ്പം ഇയാൾ മലയാളിയാണ് എന്നത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചത്. അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ഭീകര സംഘടനകളുടെ എല്ലാ നേതാക്കളും മലയാളികളാണ്. കാരണം PFIയെ നിരോധിക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന നിലയിൽ ഈ PFI നിരോധനത്തിന് വളരെ മുൻപായി, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപ് കേന്ദ്ര ഏജൻസികൾ സംയുക്തമായ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏതാണ്ട് അഖിലേന്ത്യാ നേതാക്കളിൽ 95% മലയാളികളാണ്. കാരണം കേരളത്തിലാണ് ഇവർക്ക് ഈ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ പരസ്യമായി നടത്താൻ ശ്രമിച്ചാൽ അവിടെ ആളുകൾ തന്നെ, നാട്ടുകാർ തന്നെ അവരെ കൈവെക്കും. അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം ഭരിക്കുന്ന കക്ഷി തന്നെ ഈ SDPIയുമായിട്ട് പല സ്ഥലത്തും
ഭാഗത്ത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്താണെങ്കിലും പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആണെങ്കിലും CPM ഭരിക്കുന്നത് ഈ ഭീകര സംഘടനയായ SDPയുടെ പിന്തുണയിലാണ്. അതിനാൽ കേരളം അവർക്കൊരു വളക്കൂറുള്ള മണ്ണാണെന്ന് വളരെ മുൻപ് തന്നെ മാറാട് കലാപമാണെങ്കിലും പൂന്തുറ കലാപമാണെങ്കിലും ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ എടുത്തിട്ടുള്ള നിലപാടിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ SDPI ആണെങ്കിലും PFI എന്ന നിരോധിത സംഘടനയാണെങ്കിലും ഇനി അവരുടെ അനുബന്ധ സംഘടനകൾ ക്യാമ്പസ് ഫ്രണ്ട് ആയിക്കോട്ടെ മറ്റേത് സംഘടന ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാം മുകളിൽ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുള്ളത് മലയാളികളാണ്. അവരുടെ ഭീകര പരിശീലനങ്ങൾ കാലാകാലങ്ങളായി നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നില്ല എന്നല്ല, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ വളരെ ജാഗ്രത പുലർത്തുകയും കൃത്യമായി തന്നെ അതിനെ തടയുവാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പുകൾ മുന്നോട്ടെടുക്കുകയും ചെയ്യും. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ അത് ഉണ്ടാകാറില്ല. അതിനാൽ തന്നെ ഈ മുഹമ്മദ് കുട്ടി ഫൈസിയും ഇപ്പോൾ മലയാളിയാണ്. ഇയാൾ തൃശ്ശൂർ പട്ടിക്കാട് സ്വദേശിയാണ്. ഇയാൾ NDF-ലും അതിനുശേഷം പിന്നീട് പോപ്പുലർ ഫ്രണ്ടിലും ഒക്കെ വളരെ സജീവമാവുകയും കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവരുടെ ഇടയിൽ വളരെയധികം ഇമേജ് ഉള്ള ഒരു ഭീകരനാണ് ഈ MK ഫൈസി. ഈ ഭീകരനെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും SDPയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള MK ഫൈസി, മലയാളിയായിട്ടുള്ള മുഹമ്മദ് കുട്ടി ഫൈസിയെ ബംഗളൂരുവിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.